கோடை விடுமுறையை கொண்டாட கிட்டத்தட்ட 20 பேர் சென்ற வாகனம் கவிழ்ந்து விழுந்து கோர விபத்து. இந்த விபத்தினால 2 பேர் சம்பவ இடத்திலேயே உயிரிழந்த சம்பவம் பெரும் அதிர்ச்சியை ஏற்படுத்தியிருக்கு. கண்ணாடிகள் உடைந்து பயணிகள் கொண்டு வந்த பாய், பாத்திரம் உள்ளிட்ட பொருட்கள் சாலை முழுக்க சிதறி கிடக்கும் காட்சி காண்போரை பதைபதைக்க வைக்குது. சிவகங்கை மாவட்டத்தை சேர்ந்த கிட்டத்தட்ட 20 பேர் கோடை விடுமுறைக்காக கேரள மாநிலம் இடுக்கியில இருக்கிற தேக்கடிக்கு சுற்றுலா போனதா சொல்லப்படுது. தேக்கடியில கொஞ்ச நேரம் செலவிட்டுட்டு அதற்கப்புறமா வாகனத்துல மூணாரை நோக்கி போயிட்டு இருந்ததாகவும் சொல்லப்படுது. அப்போதான் ராஜாக்காடு வட்டக்கண்ணி அப்படின்ற இடத்தை கடக்கும் போது கட்டுப்பாட்டை இழந்த வாகனம் சாலையில தாறுமாறா ஓடியதாகவும் ஒரு கட்டத்துல வாகனம் கவிழ்ந்து விழுந்து விபத்து ஏற்பட்டதாகவும் சொல்லப்படுது. இந்த விபத்தினால 2 பேர் சம்பவ இடத்திலேயே உயிரிழந்ததாகவும் மேலும் படுகாயம் அடைந்தவங்களை அரசு மருத்துவமனையில அனுமதிச்சதாகவும் சொல்லப்படுது. இந்த சம்பவம் குறித்து போலீசார் வழக்கு பதிவு செஞ்சு விசாரணையும் மேற்கொண்டுட்டு இருக்காங்க. கோடை விடுமுறைக்காக சுற்றுலா சென்ற வாகனம் கவிழ்ந்து விழுந்து விபத்து ஏற்பட்ட இந்த சம்பவம் பெரும் அதிர்ச்சியையும் சோகத்தையும் ഏർപ്പെടുത്തിയിருக்கு. പണി കാര്യങ്ങളുമായിട്ട് നിൽക്കുമായിരുന്നു. ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അന്നേരമാണ് ഒരു ബസ് മുകളിൽ നിന്ന് വളരെ കൺട്രോൾ തെറ്റി വളരെ സൗണ്ടിൽ വരുന്നു. പെട്ടെന്ന് അയ്യോ ഒന്ന് ഞങ്ങളൊന്ന് വിളിച്ചു. അന്നേരത്തേനും വഴിയിൽ ഇറങ്ങിയപ്പോഴത്തേനും ഞങ്ങൾ എല്ലാവരും കൂടെ ഓടി കരഞ്ഞുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വഴിയിൽ കിടക്കുന്നത് കുറച്ച് ഈ തലയോട്ടിയുടെ തലച്ചോറായിരുന്നു കിടക്കുന്നത്. ഉടനെ ഞങ്ങൾ വണ്ടിയുടെ പുറകിലത്തെ ചില്ല് തല്ലി പൊട്ടിച്ച് അതിനകത്തുണ്ടായിരുന്ന ആളുകളെ എല്ലാം പുറത്തെടുത്തിട്ട് അന്നേരം തന്നെ സിറ്റിയിലേക്ക് വിളിച്ച് പറഞ്ഞ് ഓട്ടോയും ജീപ്പും എല്ലാം വരാൻ പറഞ്ഞു. ആരെങ്കിലും വിളിച്ച് 2 ആംബുലൻസ് വരാൻ പറഞ്ഞു. വന്ന് എല്ലാവരെയും ആശുപത്രിയിലേക്കാക്കി. പോലീസിൽ വിളിച്ചു. പോലീസുകാർ ഫയർഫോഴ്സിനെയും വിളിച്ചു. നമ്മളുടെ ഹൈ റേഞ്ചിലെ ടെറൈനിൽ ഇപ്പോൾ റോഡുകളെല്ലാം നല്ല നിലയിൽ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഹൈ റേഞ്ചിൻ്റെ ഒരു പൊതുവായ രീതി അനുസരിച്ചിട്ട് റോഡുകളെല്ലാം നല്ല വളവും തിരിവും വലിയ കയറ്റവും ഇറക്കുള്ളൂ. അപ്പോൾ റോഡിൽ പരിചയമില്ലാത്ത ഈ വഴി ഇതുപോലുള്ള റോഡുകളിൽ വണ്ടി ഓടിച്ച് ശീലമില്ലാത്ത ഡ്രൈവർമാർ വണ്ടി ഓടിച്ച് വരുമ്പോൾ ഇതുപോലുള്ള അപകടത്തിൻ്റെ സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ മൂന്നാർ ഗ്യാപ്പിൽ നിന്ന് താഴെ പൈസൻ വാലിക്ക് ഇറങ്ങുന്ന റോഡ്, അതുപോലെ ഇതുപോലുള്ള റോഡുകളിൽ ഇപ്പോൾ സ്ഥിരമായി പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങളാണ് കൂടുതലായി അപകടത്തിൽപ്പെടുന്നത്. 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, തമിഴ്നാട്ടിലെ വാഹനങ്ങളുടെ അവിടുത്തെ പ്ലെയിൻ റോഡിൽ ഓടുന്നതിനാവശ്യമായ രീതിയിലുള്ള നിർമ്മാണമാണ്. ഇപ്പോൾ ഹൈ റേഞ്ചുമൊക്കെയായി ബന്ധപ്പെട്ട് ഓടുന്നതിനാവശ്യമായിട്ടുള്ള ബ്രേക്കിംഗ് സിസ്റ്റവും മറ്റ് സിസ്റ്റങ്ങളും ഒക്കെ വ്യത്യാസമാണ്. മറ്റൊന്ന്, അവരുടെ ഇതുപോലുള്ള റോഡുകളിൽ ഓടിച്ചുള്ള വൈദഗ്ധ്യക്കുറവ്. ഇത് രണ്ടും